ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചീനച്ചട്ടി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കരി പിടിച്ച ചീനച്ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഈ ചീനച്ചട്ടി മുങ്ങിക്കെടുക്കാവുന്ന വെള്ളം വേണം. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ്, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സോപ്പ് പൊടി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 നാരങ്ങൻ്റെ പകുതി, 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കണം. ഇപ്പോൾ ഇത് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്ക് പോവും. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഈ ചട്ടി ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 20 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ഇതിൻ്റെ കരിയൊക്കെ ഇളകി വരും നന്നായി. ഇതൊക്കെ ഈ സൈഡൊക്കെ ഒന്ന് മുക്കി കൊടുക്കണം വെള്ളത്തിൽ. ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ചട്ടിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് കഴുകിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഇതിലേക്ക് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് ഇത് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കണം. പകുതിയോളം ക്ലീൻ ആയിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് ഡിഷ് വാഷ് ഇട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ഉരച്ചാലേ ഇത് നല്ലോണം പോവുള്ളൂ. നല്ല തിക്കായിട്ട് കരി പിടിച്ചതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് ചിരണ്ടി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോവും. എന്നിട്ട് സ്ക്രബ്ബർ വെച്ച് ഉരച്ചാലും മതി. നല്ല കരി പിടിച്ച ചട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പോവുള്ളൂ. അല്ലാതെ വെറുതെ ഡിഷ് വാഷ് ഇട്ട് കഴുകിയാലൊന്നും പോവില്ല. അപ്പോൾ നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. 90% കരിയൊക്കെ പോയിട്ടുണ്ട്. ഭാഗവും ഉൾവശമൊക്കെ നന്നായിട്ട് കരി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ള കരി പിടിച്ച ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.